ലൈഫ് ഓഫ് ജോൺ ആൻഡ് തന്നെയുടെ മറ്റൊരു യൂട്യൂബ് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇന്ന് എന്താണ് ഇങ്ങനെ ഒരു കളർഫുള്ളായിട്ടും ഞാൻ ഈ റൊണാൾഡോയുടെ ടീഷർട്ടും ഈ കൊടിയൊക്കെ ആയിട്ട് ഞങ്ങളുടെ ഡാൻസോറ സ്റ്റുഡിയോയിൽ ഫിഫ വേൾഡ് കപ്പ് 26 നമ്മുടെ ഷക്കീറയുടെ സോങ്ങിൻ്റെ ഒരു റീല് ചെയ്യുന്നതിൻ്റെ ഒരു പ്രിപ്പറേഷനാണ്. നമ്മൾ ഈ ഒരു ആർട്ട് വർക്കൊക്കെ ചെയ്ത് ഇന്നൊരു തകർക്കാനായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഞങ്ങളുടെ ഈ ഡാൻസ് സ്റ്റുഡിയോയിൽ ഇന്ന് ഡാൻസ് ചെയ്യുന്നത് നമ്മുടെ ഫിറ്റ്നസ് ബാച്ചിലെ ടീമാണ്. എല്ലാവരും ഫുട്ബോൾ ഫാൻസ് ആണെന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു ക്യുസൊക്കെ നമുക്ക് ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും പല ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നെയ്മറായിട്ടോ റൊണാൾഡോ ആയിട്ടോ മെസ്സി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് കൈ കെട്ടി ഒരു ടീഷർട്ട് എടുത്തിട്ടുണ്ട്. ഇത് ലീഡ് ചെയ്യാനായിട്ട് അർജൻറ്റീനയുടെ ടീഷർട്ട് ഇട്ടിട്ട് ധന്യ മേരി വർഗീസും വരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ആകെ ഞങ്ങൾക്ക് ഈ ബ്രസീലിൻ്റെ ഈ ഒരു തോരണം കൂടെ കെട്ടണം. ഇത് ക്ലാസ് ഉണ്ടായിരുന്നു, അത് കാരണം സമയം കിട്ടിയില്ല. ഉള്ള സമയത്ത് 2-3 സംഭവങ്ങളൊക്കെ കെട്ടി. അപ്പോൾ ഇതാ ബ്രസീൽ ഫാനൊക്കെ ഉണ്ട്. ഒരു ഹായ് പറഞ്ഞോ. എൻ്റെ യൂട്യൂബ് വ്ളോഗാണ് കേട്ടോ. നമ്മുടെ എപ്പിസോഡിൽ ഇത് വരും. ബ്രസീൽ ഭയങ്കര ബ്രസീൽ ഫാനാണ്. ആരുടെ ഫാനാണ് ബ്രസീൽ? നെയ്മറാണ്, നെയ്മർ ഫാനാണ് അല്ലേ? നെയ്മർ എന്ന് പറഞ്ഞാൽ ചാവോ അല്ലേ? രാവിലെ വേൾഡ് കപ്പ് ഏതാ ഇടേയില്ല, അതൊന്നും ഇടില്ല. ഈ ഡോക്ടറും നമ്മുടെ സ്റ്റുഡൻ്റ് ആണ്. ഇനി ഒരുപാട് പേരെ ഇന്നത്തെ നമ്മുടെ ഫിറ്റ്നസ് ബാച്ചിൽ പരിചയപ്പെടുത്താണ്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇത് ഞാൻ കൈ പിടിക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 മിനിറ്റായി. 2 ഹൂക്ക് വാങ്ങിക്കാനായിട്ട് എൻ്റെ പ്രിയപ്പെട്ട തൊഴിലാളി മറന്നുമല്ല. അവൻ്റെ അടുത്ത് ഞാൻ 12 അല്ലെങ്കിൽ 15 വാങ്ങിക്കണമെന്ന് പറഞ്ഞ് അവൻ 8 വാങ്ങിച്ചുള്ളൂ. ഇതാണ് ആ ഒരു ഹൈ പറയൂ. നിന്നെ പറ്റി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വാങ്ങിച്ചിട്ടാ. ആ ഹൂക്കും കൂടെ കിട്ടിയിട്ട് വേണം എനിക്ക് ഈ സാധനം തൂക്കാൻ. ഈ സാധനം തൂക്കിയിട്ട് വേണം ഇവർക്ക് റിഹേഴ്സൽ ചെയ്തിട്ട് വേണം നമുക്ക് ഡാൻസ് ഷൂട്ട് ചെയ്യാൻ. ഏത് കൺട്രിയുടെ ജേഴ്സിയാണ് വിചിത്ര? ഇംഗ്ലണ്ടിനെന്ന് പറഞ്ഞാൽ വിചിത്ര മരിക്കും. ഇംഗ്ലണ്ടിന്റെ ഫേവറേറ്റ് പ്ലെയർ ആരാ? കഴിഞ്ഞ ദിവസം പല്ലെടുത്താറ് സംസാരിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അല്ലേ? അങ്ങനെ ധന്യ മേരി വർഗീസ് വന്നെത്തി. അർജന്റീന ഫാൻ, അർജന്റീനയ്ക്ക് വേണ്ടി മെസ്സി ഫാനാണ്. അത് ശരി. അപ്പം മെസ്സി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ധന്യയോട് ചോദിക്കാനായിട്ടുള്ളത്. അല്ല, ഓരോരുത്തരും ചോദിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇംഗ്ലണ്ട് ഫാൻ ഉണ്ട്, ഫ്രാൻസിന്റെ ഉണ്ട്. ഇത് പരിപാടിയാണെങ്കിലും ഗ്ലാസ് ഏത് പ്രോഗ്രാം ആണെങ്കിലും കൃത്യസമയത്ത് എത്തുക എന്നുള്ളത് ധന്യയുടെ ഒരു പ്രത്യേകതയാണ്. പെയിന്റ് അടിക്കണ്ടേ ഫേസില്? വിദ്യ ആരുടെ ഫാനാണ്? വിദ്യ ശ്രീബേബി ടീച്ചർ എന്ന് പറയുന്നത് പൂജപ്പുരയുള്ള സ്പ്രിംഗ് ബ്ലോസം എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുതലാളിയാണ്, അതിന്റെ പ്രിൻസിപ്പാളാണ്, നമ്മുടെ ഫിറ്റ്നസ് ബാച്ചിലെ ഒരു ബാക്ക് ബോൺ ആണ്. അപ്പോൾ ടീച്ചർ ഇന്ന് ഡാൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടീച്ചർ ഏത് കൺട്രിയുടെ ഫാനാ വേൾഡ് കപ്പില്? അർജന്റീന ആണോ? അപ്പൊ അർജന്റീനയില് ഒരു 3 കളിക്കാരുടെ പേര് പറയാമോ? അല്ല, അപ്പൊ ഒരു പ്ലെയറിന്റെ പേര് പറ. ഒരു പ്ലെയറിന്റെ. ഇതാരുടെ ജേഴ്സി എടുത്തിട്ടേക്കുന്നു ടീച്ചറ്? അല്ല, ഏത് പ്ലെയറിന്റെ ജേഴ്സി ഇട്ടേക്കുന്നത്? ഇത് ബ്രസീൽ. ഇത് ബ്രസീലാണെന്ന് അറിഞ്ഞൂടെ ടീച്ചറിന്? ഇത് അർജന്റീന. എന്താ അറിയോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതാ ഈ അർജന്റീന, ഇത് തിരിഞ്ഞു നോക്കുക. മെസ്സി. അത് തന്നെയാണ് ടീച്ചറുടെ ടീഷർട്ടിലും. നമ്മുടെ ഈ ഫിറ്റ്നസ് ബാച്ചിൽ, ഈവനിങ് ബാച്ചിൽ ഏറ്റവും ലാസ്റ്റ് ജോയിൻ ചെയ്ത ഒരാളാണ് ശാന്ത. നമ്മുടെ സെഷനൊക്കെ എങ്ങനെയുണ്ട്? ഡാൻസ് സെഷൻ, അതിനെ പറ്റി ഒരു ഒപ്പീനിയൻ പറ. സൂപ്പറാണ്, ഇഷ്ടമാണ്, എക്സലന്റ് ആണ്, ഡാൻസ് ഇഷ്ടമാണ് ആണല്ലേ? ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ വളരെ അത് ഇത്രയും പറഞ്ഞുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഒരു ഫുട്ബോൾ ടീമിൽ എത്ര പ്ലേയേഴ്സ് ഉണ്ടാവും? ഒരു ഉദ്ദേശം? 6. No.
ആണല്ലേ? ഓക്കെ, വിട്ടേരെ. നമ്മുടെ സെഷൻ എങ്ങനെയുണ്ട്? നമ്മുടെ ഡാൻസ് സെഷനൊക്കെ, ഫിറ്റ്നസ് സെഷനൊക്കെ, അതിനെ പറ്റി ഒരു ഒപ്പീനിയൻ പറഞ്ഞു. അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്ന ഹൂക്കുകൾ ഓരോന്നായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന ഗോകുൽ, നിന്റെ അടുത്താണ് അടുത്ത ചോദ്യം. നീ ഏത് കൺട്രിയുടെ ഫാനാണ്? ഒരു 3 പ്ലെയറിന്റെ പേര് പറഞ്ഞ അതിലെ. ഫെർണാണ്ടോ, ലയണൽ മെസ്സി, ഗോഡ്. നീ തൽക്കാലം ഹൂക്ക് കേട്ടോ കേട്ടോ, കുഴപ്പമില്ല. അപ്പൊ ഇതാണ് വിനീഷ്, ഇത് രശ്മി. ഇവർ രണ്ടുപേരും ഈ ഫിറ്റ്നസ് ബാച്ചിൽ വന്ന് ഭയങ്കര സൗഹൃദമായ രണ്ടുപേരും സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആണ്, ഭയങ്കര ബ്രില്യൻ്റ് ആണ്, ബുദ്ധിജീവികളാണ്, അല്ലേ? അതുപോലെ തന്നെ ഫിറ്റ്നസ് ഫ്രീക്കാണ്, എന്തെല്ലാമൊക്കെയോ ആണ്. അപ്പൊ ഇവരോട് ഒരു ചോദ്യം, ഫുട്ബോളൊക്കെ കാണാറുണ്ടോ? മെസ്സി ഹാട്രിക് അടിക്കുന്നു. ആർക്കെതിരെ? അഞ്ജലിയോ? അൾജീരിയ ആണോ എന്ന് എനിക്കറിയാം. ഇത് പിടിച്ചോ. ഒരു ഫുട്ബോൾ ടീമില് എത്ര പ്ലേയേഴ്സ് ഉണ്ട്? 11. എത്രയാ? 11. ഉറപ്പാണ്. കഴിഞ്ഞ വർഷം നമുക്ക് വേൾഡ് കപ്പ് കിട്ടിയത് ആർക്കാ? ഏത്? അർജന്റീന. പ്രിയങ്ക മാംഗ്ലൂർ ഏരിയല്ലേ? ബാംഗ്ലൂർ, തെലുഗു, ആന്ധ്രയാണ് ഇപ്പം. ആണല്ലേ? അപ്പം ആള് SBI ഒരു സ്റ്റാഫാണ്, ഒരു ഫിറ്റ്നസ് ഫ്രീക്കാണ്, നമ്മുടെ മോർണിംഗ് ബാച്ചിലെ ഫിറ്റ്നസ് ടീമിൽ ഒരു സ്ട്രോങ് മെമ്പറാണ്. അപ്പോൾ ഫുട്ബോൾ ഇഷ്ടമാണ്, ഡാൻസ് ഇഷ്ടമാണ്, ഫുട്ബോൾ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഇത്തവണ ഫുട്ബോൾ വേൾഡ് കപ്പ് നടക്കുന്നത് എവിടെയൊക്കെയാണ്? USA, right? USA and Mexico are hosting, right? പിന്നെ ഒരു കൺട്രി കൂടെ, പിന്നെ ഒരു സ്ഥലം കൂടെ ഉണ്ട്. That I don't know. കാനഡ. കാനഡ. നൈസ്. അപ്പൊ നമ്മുടെ സ്റ്റുഡിയോയെ പറ്റി ഒരു ഒപ്പീനിയൻ പറ. നമ്മുടെ യൂട്യൂബ് വരുന്ന വ്ലോഗാണ്. Shall I say in Telugu? എനിക്ക് തെലുഗു ഫാൻസ് ഉണ്ട്, തെലുഗുവിൽ പറഞ്ഞൂടെ? మా ఫిట్నెస్ సెంటర్ అడిపోలి కిర్రాక్. అడిపోలి ర్యాక్. కిర్రాక్. మా మాస్టర్ సూపర్. Okay. And it's completely different from all the like fitness centers which I have been. Like we enjoy every morning, like we enjoy a lot during the sessions and all, and I love coming here. Thank you. Shall I say some? എനിക്ക് ആദ്യമായിട്ടാണ് എനിക്ക് തെലുഗുവിൽ ഒരു കോംപ്ലിമെന്റ് കിട്ടുന്നത്. എനിവേ താങ്ക് യു സോ മച്ച്. చాలా బాగుంది. బా ఏదో సీరియల్ ഒക്കെ ചെയ്യാൻ വേണ്ടി തെലുങ്ക് പഠിക്കണമെന്നല്ല പറഞ്ഞേ. തെലുങ്ക് പഠിക്കാം. Really I will tell my master തെലുങ്കിൽ സംസാരിച്ചാൽ മതി. അടുത്ത ആളെ പരിചയപ്പെടുത്തരാം. ഇതാണ് രശ്മി നമ്മുടെ ഫിറ്റ്നസ് ബാച്ചിൽ വന്ന് എൻ്റെ ഒരു ചലഞ്ചാണ് രശ്മിയുടെ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ചലഞ്ച്, ഇല്ലേ? അപ്പോൾ രശ്മി ഒരു ചലഞ്ചാണ്, ഒരു എന്താ പറയുക, രശ്മി ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ ഒരു ചലഞ്ച് ഏറ്റെടുത്തിട്ട് നിൽക്കുന്ന ഒരാളാണ്. എൻ്റെയും ഞങ്ങളുടെയും കൂടെ ഒരു വാശിയാണ്. അതിൻ്റെ ഒരു ജേർണിയിലാണ് അത് സക്സസ്ഫുള്ളി പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോട്ടെ നല്ല ഡാൻസറായിട്ടാണ്, അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്യും. അപ്പോൾ ഇന്നിപ്പോൾ ഡാൻസ് റീലിനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ആരുടെ ജേഴ്സി ഇട്ടേക്കുന്നത്? ഏത് പ്ലെയറിൻ്റെ? ആരുടെ ജേഴ്സി ഇട്ടേക്കുന്നത്? സ്പെയിനോ? ഇത് ആരുടെ? ഇത് പേരില്ല, പേരില്ലാന്ന്. ഇനി ഫുട്ബോളിനെ പറ്റി 2 വാക്ക് സംസാരിക്കാനായിട്ട് ധന്യ മേരി വർഗീസ്. ഞാൻ 1-2 കാര്യങ്ങൾ ഞാൻ ചോദിക്കാം. ഒന്നും ചോദിക്കണ്ട, ഞാൻ എൻ്റെ കാര്യം പറയാം. എടുത്തു വെച്ചോ. ഞാൻ ആകെ ഫുട്ബോൾ കാണുന്ന വേൾഡ് കപ്പ് വരുമ്പോൾ മാത്രമാണ്. അതുവരെ പത്രത്തിൽ മെസ്സിയുടെ പേരും റൊണാൾഡോയുടെ പേരും നെയ്മറിന്റെ പേരൊക്കെ വായിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം, വേറെ ഒന്നുമില്ല. പിന്നെ ആകെ അറിയണേ മോൻ വീട്ടിൽ വന്നിട്ട് ഞാൻ റൊണാൾഡോയുടെ ഫാനാണ് 100 പ്രാവശ്യം പറയും. അവന് വേണ്ടിയിട്ടാണ് ഫുട്ബോൾ മേടിച്ചത്. അവൻ റൊണാൾഡോ ഫാനായിട്ട് പോയി ഫുട്ബോൾ ടീമിൽ കൂടുകയും ചെയ്ത് അവസാനം എന്തോ അവനെ ക്യാപ്റ്റൻ ആക്കിയപ്പോൾ അവനെ എന്തോ സ്കോർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവനത് റിസൈൻ ചെയ്ത് പോകുന്നൊരു വ്യക്തിയാണ്. അവന് മതിയാക്കി പോയ ഒരാളാണ്. ഇത്രയാണ് എനിക്ക് ഫുട്ബോളിനോടുള്ള പരിചയം. പക്ഷേ എല്ലാ വേൾഡ് കപ്പും ഫോളോ ചെയ്യുന്ന ഒരാളാണ്. കഴിഞ്ഞ പ്രാവശ്യം അർജന്റീനയുടെ വിന്നിങ്ങും അതുപോലെ അതിന് മുന്നേ ക്രൊയേഷ്യ എന്ന് പറയുന്ന ടീമിനെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ക്രൊയേഷ്യ, അതെനിക്ക് ആ ടീമിനെ എന്തോ ഇഷ്ടമായിരുന്നു. അങ്ങനെ പിന്നെ നെയ്മറെ ഇഷ്ടമാണ്, റൊണാൾഡോനെ ഇഷ്ടമാട്ടോ. മോന് വേണ്ടിയിട്ടല്ല, മെസ്സി ഫാനാണ്.
പക്ഷെ മെസ്സി ഫാനാണെന്ന് വെച്ചാൽ മെസ്സിയുടെ ആ ഒരു പേഴ്സണാലിറ്റി, ഒരു കാം ആൻഡ് കൂൾ നേച്ചർ ഭയങ്കര ഇഷ്ടമാണ്. ബ്രസീലല്ല, മെസ്സി. മെസ്സി എന്ന് പറയുമ്പോൾ ബ്രസീലാണ് ഉദ്ദേശിച്ചതെന്നായി. അങ്ങനെ നമ്മുടെ ആർട്ട് സെറ്റപ്പ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ റീല് തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ഉള്ള അലങ്കാരപ്പണിയാണ് ഇവർക്ക് പെയിന്റ് അടിക്കുന്നത്. ഇത് നീ തന്നെ അടിക്കുന്നതായിരിക്കും നല്ലത്, ഇല്ലെങ്കിലേ പൂച്ച മാന്തിയതുപോലെ ആവും ലാസ്റ്റ്. ഇത് എല്ലാത്തിനും എൻ്റെ കൈ പതിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ശരിയാവില്ല എന്നുള്ളതാണ്. എല്ലാത്തിനും ഞാനാണെന്ന് പറയാൻ ക്രെഡിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരാളാണ്. നീ മിണ്ടായിരി, നീ സംസാരിച്ചോണ്ട് ഇത് അങ്ങനെ ഞങ്ങളുടെ റീൽ ഷൂട്ടെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ആ പാക്കപ്പായി നമ്മൾ പോകാനായിട്ട് പോവാണ്. അല്ലേ, ധന്യയുടെ ഡാൻസ് കഴിഞ്ഞ് 20 സെക്കൻഡ് ഉണ്ടായിരുന്നു. പക്ഷേ റീലിൻ്റെ ഡ്യൂറേഷൻ 20 സെക്കൻഡ്സ് ഉള്ളൂ. പക്ഷെ നമ്മളൊരു 1 hour എടുത്തു. നമ്മുടെ ടീമിൽ അതിനെ പറ്റിയുള്ള ഡിസ്കഷനാണ്. അല്ല, നമ്മുടെ റീലിനെ പറ്റിയുള്ള ഡിസ്കഷനാണ്. നമ്മുടെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ, നമ്മുടെ എങ്ങനെയുണ്ട് ഷൂട്ടും കാര്യങ്ങളും ഒന്ന് പറഞ്ഞിട്ട് അവിടെ ടുവേർഡ്സ് ക്യാമറ. അപ്പോൾ ഞങ്ങളുടെ ഫിറ്റ്നസ് ടീമാണ്. ഞങ്ങളുടെ റീല് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒരു 1 million 2 million 3 million തരിക. അപ്പോൾ ഓക്കെ, അപ്പം മറ്റൊരു എപ്പിസോഡുമായി ഞങ്ങൾ വീണ്ടും വരും. ടിൽ ദെൻ ഗുഡ് ബൈ. താങ്ക് യു.